ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പത്രോസ്ലീഹായുടെ നടപടി പുസ്തകം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. റോമിലെ മതപീഡനം ആരംഭിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പത്രോസ്ലീഹായാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക. വഴിയിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, ദോമിനോ കോവാദീസ്, കർത്താവെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ക്രിസ്തു മറുപടി പറയുന്നുണ്ട്, നീ ഏൽക്കാത്ത പീഡനം ഏൽക്കാനായിട്ട് ഞാൻ പോകുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പത്രോസിന് ഒരുപാട് വിഷമമുണ്ടായി, കുറ്റബോധമുണ്ടായി. അങ്ങനെ അവൻ അനുതാപത്തിലേക്ക് കടന്നു വന്ന് തിരിച്ച് വീണ്ടും റോമിലേക്ക് ആ പീഡനങ്ങൾ ഏൽക്കാനായിട്ട് പോവുകയാണ്. വിശ്വാസത്തിന് വേണ്ടി തന്നെ പഠിപ്പിച്ച ആ ഗുരുവിന് വേണ്ടി വീണ്ടും പീഡനങ്ങൾ ഏൽക്കാനായിട്ട് ഈ പത്രോസ്ലീഹ തിരിച്ച് റോമിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ സഹനം തന്നെയാണ്, വേദന തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇന്നും സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷെ നാം ഏത് മനോഭാവത്തിലൂടെയാണ് അത് ഏറ്റെടുക്കുന്നത്? ക്രിസ്തു കുരിശിൽ മരിച്ചെങ്കിൽ, എൻ്റെ ഗുരു കുരിശിൽ മരിച്ചെങ്കിൽ അവൻ്റെ പോലെ മരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ തലക്കീഴായിട്ട് മരിച്ച ഒരു ശിഷ്യൻ. പ്രിയമുള്ളവരെ, സഹനത്തെ സമ്മാനമാക്കി എടുക്കാനായിട്ടുള്ളൊരു മനോഭാവം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. ഈശോയുടെ പഠനത്തിന് വേണ്ടി, ഈശോ പഠിപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ആ ജീവിത രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് എടുക്കുന്ന സഹനങ്ങൾക്ക് ദൈവം കൃത്യമായിട്ട് പ്രതിഫലം നൽകും എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ സഹനം തന്നെയാണ്. സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നത് ഈ സഹനത്തിലൂടെയാണ്. കുരിശിൽ ഈശോ കാണിച്ചു തന്ന ആ സഹനം നമ്മുടെ ജീവിതത്തിലേക്കും ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടെ, പ്രതീക്ഷയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.